കഴിഞ്ഞ മാസം 28-ാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട്. പക്ഷെ അത് ജനറൽ പബ്ലിക്കിൻ്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല. അതിനെയും താഴെ തട്ടിലോട്ട് എത്തണം. ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം. അതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമാണ്. മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലല്ല, അങ്ങനെ ഒരു അജണ്ട പോലും വന്നിട്ടില്ല. അങ്ങനെ ഒരു അജണ്ട ഞങ്ങളുടെ മുമ്പ് UDF-ന്റെ മുമ്പിലും വന്നിട്ടില്ല. ഉണ്ടെങ്കിലല്ല ഇവിടെ വെക്കാനൊക്കുന്നുള്ളൂ. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങളിപ്പം ഇത് നോക്കുമ്പോൾ CPM കോൺഗ്രസിൻ്റെ അനൈക്യം എന്ന് പറയുന്നു. CPM-ന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള സംഭവവികാസങ്ങളാണെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമ്മേളനം നടത്തി ആളൊക്കെ ഉണ്ടായിരുന്നു, CPM-നെ കൊണ്ട് മാത്രം നടത്താൻ നോക്കുന്ന നിലയിലേക്ക് സാമ്പത്തികം മുടക്കി ചെയ്തു. പക്ഷെ വളരെ യാന്ത്രികമല്ല. അതിൻ്റെ മാനവികത വശം അത് നഷ്ടപ്പെട്ടില്ലേ? ഒരിക്കലുമില്ലാത്തതുപോലെ ഒരു പൊട്ടിത്തെറിയുടെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇപ്പോൾ സമ്മേളനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ജോസഫ് സ്റ്റാലിൻ്റെ റഷ്യയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. അതിനവസാനം ഒരു ബെല്ലടിക്കുമ്പോഴാണ് കൈയടി നിർത്തുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ കൈയടി നിർത്തിക്കൊണ്ടിരുന്നവനെ അന്നേരം തട്ടിക്കളയുമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് നിർത്താതെ കൈയടിക്കും. അന്നേരം എപ്പോഴേലും ഇത് നിർത്തണമല്ലോ. അങ്ങനെ ഒരു ബെല്ലടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. എന്ന നിലയിലേക്കല്ലേ CPM-ന്റെ സംസ്ഥാന സമ്മേളനം പിണറായി വിജയന് സ്തുതി പാടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായി അതിൽ മാറിയില്ലേ? എന്തൊരു തീരുമാനങ്ങളാണ്! കേരളത്തെ വിൽക്കാനുള്ള തീരുമാനങ്ങളല്ലേ എടുത്തത്? എല്ലാ നയപരമായ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയരേഖ അവിടെ വികസന രേഖ എന്ന പേരിൽ അവിടെ അവതരിപ്പിച്ചു. ഇതിനൊക്കെ എതിരെ ശക്തമായ അമർഷം കോൺഗ്രസിൽ താഴെത്തട്ടിലോട്ട് ഇന്ന് പൂർണ്ണ യോജിപ്പാണ് കാണുന്നതെങ്കിൽ CPM-ന്റെ താഴെത്തട്ടിൽ ശക്തമായ അമർഷം നിലനിൽക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ കാണാൻ പോകുന്നത്.